അടുത്തൊരു മ്യൂസിക് കോമ്പോസിഷൻ. ഇപ്പോൾ നമ്മളിങ്ങനെ പതിഞ്ഞ താളങ്ങളിലുള്ള കുറച്ച് പാട്ടുകൾ വായിച്ചു, നമ്മുടെ കോമ്പിനേഷൻ വായിച്ചു അല്ലേ, എല്ലാം ചെയ്തു. കുറച്ച് ദ്രുതഗതിയിലുള്ളൊരു താളത്തിലുള്ള മ്യൂസിക്കിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ തന്നെ മ്യൂസിക് കോമ്പോസിഷനാണിത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഈ മുളയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന. അപ്പം ഞങ്ങളിതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചെറിയ പരിപാടികൾ വരുമ്പോൾ നമ്മളൊരു അവസരം ചോദിച്ചിട്ട് അവിടെ നമുക്കന്ന് നാടൻ പാട്ട് സംഘമുണ്ട്, ഓൾറെഡി ഉണ്ട്. കേരളത്തിന് പുറത്തും ഇഷ്ടംപോലെ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ നാട്ടിലെ ചെറിയ പരിപാടികൾക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയ ഉപകരണങ്ങൾ കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ പരിപാടികൾ ഇങ്ങനെ അവതരിപ്പിക്കുമായിരുന്നേ. പക്ഷേ ആ സമയത്ത് നമ്മളതിനെ ആളുകൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു, ചീത്ത പറഞ്ഞു. നിങ്ങൾ ഈ മുളയും തൂക്കി നടന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ പാട്ട് 4 പാട്ട് പുതിയത് പഠിച്ചിട്ട് നിങ്ങൾ പോയിട്ട് പാടാൻ നോക്കി, ഈ സാധനമൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ അവസാന ഘട്ടത്തിൽ നമുക്കിതിനോട് വല്ലാത്തൊരു പാഷനുണ്ട്. അവസാന ഘട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ശരി നമുക്കൊരു പുല്ലാങ്കുഴലും കൂടി ഇതിൽ ആഡ് ചെയ്തു നോക്കാം. അങ്ങനെ ആദ്യം പെർക്കഷൻ മാത്രമേ വായിച്ചിരുന്നത്, ഇൻസ്ട്രുമെൻ്റൽ മാത്രമായിരുന്നു. പുല്ലാങ്കുഴലും കൂടി ആഡ് ചെയ്ത് മെലഡി വായിക്കാൻ പുല്ലാങ്കുഴലും കൂടി ചേർത്ത് നന്നായിരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പുല്ലാങ്കുഴൽ വായിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് അയാളെ കൂടി ചേർത്തു. അങ്ങനെ അരമണിക്കൂർ 2007 ആദ്യമായിട്ടൊരു പ്രോഗ്രാം ചെയ്ത്, ആ പ്രോഗ്രാമിന് ശേഷം ഇന്ന് വരെ നമുക്ക് നിൽക്കാൻ സമയം ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഓട്ടം തന്നെ ഓട്ടമായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു വരാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, ആ സമയത്ത് ഞങ്ങളോട് അവിടുത്തെ മ്യൂസീഷ്യൻസ് പറഞ്ഞിട്ടുള്ള, നാട്ടിലെ മ്യൂസീഷ്യൻസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഐ മീൻ മ്യൂസീഷ്യൻസ് ആണോ എന്നറിയില്ല, അവർക്ക് മ്യൂസിക്കിനെ കുറിച്ച് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിനെ തിരിച്ചറിയാനുള്ള കഴിവുള്ളവർ, ഓഡിയൻസ് എന്ന് പറയാം, പറഞ്ഞത് നിങ്ങൾക്ക് തക്കിട തരികട 1-2 നാടൻ പാട്ടുകളൊക്കെ ഈ ഫ്ലൂട്ട് വെച്ചിട്ട് അപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ വേറെ ലെവലിലേക്കൊന്നും ചെയ്യാൻ ഇതിൽ ഒരു സാധ്യത ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന മ്യൂസിക് കോമ്പോസിഷൻ, നമ്മൾ ചെയ്യാൻ പോകുന്ന മ്യൂസിക് കോമ്പോസിഷൻ സാരംഗ് എന്നുള്ളൊരു മ്യൂസിക് കോമ്പോസിഷനാണ്. ഇത് ഹംസധ്വനി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അവർക്കുള്ള മറുപടിയാണ് ഈ ഒരു മ്യൂസിക് കോമ്പോസിഷനായിട്ട് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൈയ്യടി തന്നാൽ മതി. ഓക്കെ, ശരി. അപ്പോൾ സാരംഗിലേക്ക് പോവാം.
യെസ്